ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനുമ യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു കുഞ്ഞു വ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത്. കാടും മേടും പുഴയും എല്ലാം കണ്ടുകൊണ്ട് ഒരു കുഞ്ഞു യാത്ര. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക. സോ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അച്ഛാ ഹായ് ഗൈസ്, അപ്പൊ നമ്മള് വഴിക്കട എത്തിയിട്ടുണ്ട്. നമ്മള് നാടുകാണിച്ചുര എത്താറായിട്ടുണ്ട്. അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ തന്ന് വയറൊക്കെ ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് വഴിക്കടവ് നാടുകാണി ചുരം വഴി ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ്. നാടുകാണി എത്തുമ്പോൾ തന്നെ ക്ലൈമറ്റിൽ ഭയങ്കര ചേഞ്ച് അനുഭവപ്പെടാൻ തുടങ്ങും. ഊട്ടിയോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് നാടുകാണി, ഗൂഡല്ലൂർ, ബന്ദിപ്പൂർ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ ഭയങ്കര തണുപ്പ് അനുഭവപ്പെടും. പിന്നെ ഫോറസ്റ്റും അല്ലേ, അതുകൊണ്ടാണ്. സോ നമുക്ക് അതുവരെ ചെയ്ത ആ ഒരു യാത്രയുടെ ക്ഷീണം അവിടെ മുതൽ അങ്ങോട്ട് ഇല്ലാണ്ടാകും. നമുക്ക് യാത്രയെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി ഒരു യാത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സോ അതൊന്നും മിസ്സാക്കരുത്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണത്. കൊഴുത്ത് കുട്ടപ്പന്മാരുണ്ട്, മണ്ണല്ലാത്തവരുണ്ട് അല്ലേ? ഇടയ്ക്കൊരു മൈന വീഡിയോ ഒക്കെ കാട്ടിനകത്തൂടിയ മൃഗങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു. കാട്ടുപോത്തിനെ എല്ലാം കാണും. കടുവയൊക്കെ ചിലപ്പോഴേ യാതൊക്കെയായിട്ട് കാണും. ആ കുട്ടിയാനുണ്ട്, ഒരു കുഞ്ഞാന ഉണ്ടോ? കുഞ്ഞാന ഒരു കുഞ്ഞിൻ്റെ അത്ര ഉള്ളൂ. ഗൈസ്, ഞങ്ങൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അച്ഛനമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് മൃഗങ്ങളെ കണ്ടു. മാനൊക്കെ എന്തോരായിരുന്നു. അതേപോലെ ആനക്കുഞ്ഞൊക്കെ നമ്മൾ എത്ര അടുത്തെന്നറിയോ കണ്ടത്. അതേപോലെ മയിലുകളുണ്ടായിരുന്നു, കുരങ്ങന്മാരുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പുലീനെയും കരടീനെയൊക്കെ കാണാൻ പറ്റും. കാരണം ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ പുലിയും കരടിയൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൻ്റെ അകത്ത് 1450 മീറ്റർ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ഒരു മലയിലേക്കാണ്. ഹിമവത് ഗോപാലസ്വാമി ബെട്ട എന്നാണ് ഈ മലയുടെ പേര്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന് തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു കൊടുമുടി കൂടിയത്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിൻ്റെ പ്രധാന പ്രദേശത്ത് ഗോപാലസ്വാമി കുന്നുകൾ ഇങ്ങനെ സ്ഥിതി ചെയ്യുക. ആനയും കടുവ ഉൾപ്പെടെ ഒരുപാട് വന്യജീവികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇടതൂർന്ന മൂടൽമഞ്ഞ് വർഷം മുഴുവൻ ഈ കുന്നുകൾ ഇങ്ങനെ മൂടിയിരിക്കുന്നതുകൊണ്ടാണ് ഹിമവത് എന്ന പദപ്രയോഗം കന്നഡ ഭാഷയിൽ ഈ കുന്നുകൾക്ക് വരാൻ കാരണം. നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ എനിക്ക് അമ്പലത്തിന്റെ വരുന്നു. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനുള്ള കവാടത്തിന്റെ അവിടെ നിന്നാണ്. ഇവിടുന്ന് KSRTC വേണം പോവാൻ. അപ്പോൾ കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി വന്നിട്ട് കാണാം. ഗുണ്ടൽപേട്ടിന് 10 കിലോമീറ്റർ മുമ്പ് മംഗള എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മലയുടെ അടിവാരത്തെത്തും. അവിടെ നിന്നും പിന്നെ നമുക്ക് KSRTCക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നിന്ന് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും കഴിക്കരുത്. ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. ദസറ ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ടൈമിൽ ഈ ദസറ ടൈമൊക്കെ ആകുമ്പോൾ വരാണ്ടിരിക്കുക. അല്ലാത്ത ടൈമുകളിൽ തിരക്ക് വളരെ കുറവായിരിക്കും. നമ്മളിവിടെ KSRTC ബസ്സിൽ കയറി ആ യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇരുവശത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. പക്ഷേ ആ മരത്തിനും അവിടെയുള്ള അടിക്കാടുകൾക്കും ഒക്കെ ഭയങ്കര എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ. നമ്മളവിടെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലം. അത്രയും പീസ്ഫുള്ളായിരുന്നു. അത്രയും ആൾക്കാരുണ്ടെങ്കിൽ പോലും അത്രയും പീസ്ഫുള്ളായിരുന്നു. അതൊക്കെയാണ് ആ സ്ഥലത്തിനെ അത്രയും ഡിഫറെൻ്റ് ആക്കണം, ഇത്രയും പേരെ ആകർഷിക്കുന്നതും അതുതന്നെയാണ്.
നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു വൈകുന്നേര ടൈമിൽ ആ അമ്പലം കാണാനും ആ അമ്പലത്തിൻ്റെ പരിസരം കാണാനും അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജിയൊക്കെ അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അമ്പലത്തിൽ വന്നപ്പോൾ ഒരു കാര്യം കണ്ടു. ആന കണ്ടോ അമ്പലത്തിലാണ്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഭയങ്കര തണുപ്പായപ്പോ കോടയൊക്കെ ആവുന്നത് ശരിക്കും അറിയാം. അങ്ങനെ ഒരു നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാ. പിന്നെ ക്യൂ ഉണ്ട്. ക്യൂവില് അതിനിപ്പോ നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ചേരം ഇവിടെയൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കൊമ്പനെ കണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ നേരെ തൊഴുത് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ട് മൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം നേരം അവിടെ നിർത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ KSRTC കയറി നേരെ താഴോട്ട് ഇറങ്ങി. പിന്നെ റൂമിലുള്ള തെരച്ചില്ലായിരുന്നു. ഇനി അടുത്ത പാർട്ട് നമ്മൾ മൈസൂരിലേക്കാണ്. ഞങ്ങൾ ചെന്ന ആ ദിവസം ദസറേൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തിരഞ്ഞു നടന്നെങ്കിലും റൂമൊന്നും കിട്ടിയില്ല നമുക്ക്. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടാൽ പിന്നെ നമുക്ക് മൈസൂരിലേക്ക് പോയിട്ട് അവിടെ എന്താ അവസ്ഥ എന്ന് നോക്കാൻ വിചാരിച്ചു. മൈസൂരിലേക്ക് ചെന്നു. എവിടെ മൈസൂർ നമുക്ക് എക്സിബിഷൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ തന്നെ വണ്ടി പോയിട്ട് വണ്ടിയൊന്നും പാർക്ക് ചെയ്ത് നടന്നു പോകാനുള്ള ഒരു സ്പേസ് പോലും അവിടെ ഇല്ല. അത്ര ആൾക്കാർ. നമുക്ക് മൈസൂരൊന്നും കാണാൻ പറ്റിയില്ല. ജസ്റ്റ് ആ റോഡും ആ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും മാത്രം കാണാൻ പറ്റി. ആ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് തന്നെ അതിഗംഭീരമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഒന്ന് കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. പിന്നെ പിറ്റേ ദിവസം പോകാനുള്ള ആ ഒരു മൂഡും പോയി. പിന്നെ ആകെ അങ്ങനെ നല്ല ഉറക്കവും ക്ഷീണവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് പകൽ ദിവസം നമ്മൾ നിന്നതിൻ്റെ ആ ഒരു ക്ഷീണം നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. സോ അന്ന് തന്നെ പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്ത അത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ട്രിപ്പ്. പക്ഷേ ആ പോയ അത്രയും അതിഗംഭീരമായിരുന്നു. പക്ഷെ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞില്ല, ഫുൾഫില്ലാക്കാൻ പറ്റിയില്ല. നമുക്ക് മൈസൂർ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൽ. പക്ഷെ അതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. സോ കുഴപ്പമില്ല, നെക്സ്റ്റ് ലീവിന് നമ്മൾ ഇനിയും അടിപൊളിയാക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. എന്തെങ്കിലുമൊക്കെ കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. നമ്മൾ തീർച്ചയായും നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഉഷാറാക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ ബായ്.